മസ്കയുടെ സാധനം നീയൊക്കെ എന്താടാ വിചാരിച്ചേ? നമ്മളെവിടെ എത്തൂലെന്നോ? ഏജീന്റെ കാര്യത്തിൽ നമ്മളെവിടെ എത്തൂലെന്നല്ലേ? നീയൊക്കെ കണ്ടോ ഇനി എന്റെ പരിപാടി എന്തായിരിക്കുന്നത്? അതായത് ഇതാ നിന്റെ തന്നെ പിള്ളേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. എത്ര പിള്ളേരെ നമ്മൾ എടുത്തേക്കുന്നത്? അത് നമ്മുടെ സൂപ്പർ സൂപ്പർ ഇന്റലിജൻസ് ലാബിന് വേണ്ടി. നീയൊക്കെ കണ്ടോ? നിന്നേക്കാളൊക്കെ മുന്നേ നമ്മൾ എത്തും. നിന്റെ ഗ്രോക്ക് 4 ഇല്ലേ, ആ സാധനം, ചവറ സാധനം, അവന് $30 ഒരു മാസം. അതിന്റെ പ്രോയ്ക്ക് $300. ഉഫ്. നീ വാടാ, നീ എന്റെ അടുത്തേക്ക് വാടാ മസ്കേ. നീ എന്താ അവന് അടുത്തത് GPT-5 എപ്പോഴാ? ഓഗസ്റ്റിൽ. ഓ, നിന്റെയൊക്കെ കളിയെല്ലാം ഞാൻ നിർത്തും. നീ കണ്ടോ, ലാമേന്റെ അടുത്ത സാധനം ഇറങ്ങും. അപ്പൊ നീയൊക്കെ ഇങ്ങനെ മിഴുങ്ങസിയാന്ന് പറഞ്ഞ ഇരിക്കേണ്ടി വരും. കണ്ടോ നിങ്ങളൊക്കെ? ഇതാ എന്റെ പിള്ളേരെ ഇനി പരിചയപ്പെടുത്തിയില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ഞാൻ ഇപ്പം പരിചയപ്പെടുത്തി തരാട്ടോ. ഹലോ, എൻ്റെ പേരാണ് അലക്സാണ്ടർ വാങ്. ഞാൻ നമ്മുടെ സുക്കർ സാർ പറഞ്ഞ ഏകദേശം ഒരു $14 ബില്യൺ ഒക്കെ തരാന്ന്. അപ്പം നമ്മുടെ സൂപ്പർ ഇൻ്റലിജൻസിൽ അങ്ങനെ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെയാണ് ഈ ഒരു സ്കെയിലെ പരിപാടിയൊക്കെ. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ലേബിൾഡ് ആയിട്ടുള്ള ഡാറ്റ ഇഷ്ടംപോലെ കമ്പനികൾക്കൊക്കെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ആദ്യം നമ്മുടെ മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയൊക്കെ നമ്മുടെ ക്ലയൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് സുക്കറിനോടാണല്ലോ സ്നേഹം കൂടുതൽ. സുക്കർ സാറിനോടാണല്ലോ നമ്മുടെ സ്നേഹം. സാറ് നമുക്ക് $14 ബില്യൺ ഒക്കെ തന്നു. അപ്പം നമ്മൾ സാറിൻ്റെ കൂടെ പോവാണ്. നീ ഏതാ? ഓ, അടുത്തൊരുത്തിനും കൂടെ എടുത്തിട്ടുണ്ട്. അവനെ കൂടെ കാണിച്ചു തരാം കേട്ടോ. അവൻ എവിടെന്നാ? ഓപ്പൺ ചെയ്യോ എന്താ ഡീപ്പൻഡോ? അവിടെ നിങ്ങോണ്ടാ വന്നേക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ കൃത്യമായിട്ട്. എന്താ നിങ്ങൾ കണ്ടോ? എന്താ ചക്ക, നിനക്കവിടെ പുച്ചാണോ? അവന്റെ 14 ബില്യൺ എന്ത് കാണിക്കാനാ? ഇവനെയൊക്കെ പിടിച്ചിട്ടാണല്ലോ ആക്കിയിരുന്നത്. വല്ല നടക്കുവോ? ആർക്കറിയാം. പിന്നെ എന്റെ പേര് പറഞ്ഞില്ല, സോറി. ഞാൻ ഷിൻജിയ സർ. ഞാൻ നമ്മുടെ ഓപ്പൺ എ അതേപോലെ GPT നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതായത് GPT-3, 4 വരാൻ പോകുന്ന 5 നമ്മുടെ ഒരു കരവിരുതുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ചെയിൻ ഓഫ് തോട്ട് എന്ന് പറയുന്ന തിയറി എന്റേതാണ്. അതായത് ഞാൻ നമ്മുടെ ടീമിനെ വെച്ച് നമ്മൾ കണ്ടെത്തിയതാണ്. പിന്നെ സാമുമായിട്ട് ഞാൻ അങ്ങനെ ചേരുന്ന ഒരു ബന്ധത്തിലല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങ് പോയി. പിന്നെ സുക്കർ പറഞ്ഞു നല്ല ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് എല്ലാം പുള്ളി തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങ് സിമ്പിൾ അങ്ങ് ഒരു കമ്പനിയൊക്കെ മാറി കളിക്കുന്നു, മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്റെ കാര്യം മനസ്സിലാലോ? ഏതാ, ഞാൻ അടുത്തൊരു സാധനം കൂടെ ഉണ്ട്. അവനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ കണ്ടോളൂ. നിനക്കൊക്കെ നമ്മളെ പുച്ഛല്ലേ? ഇവന്മാരൊക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ, നമുക്കറിയാം. എന്നാലും നമുക്ക് ഇവന്മാരങ്ങനെ. പിന്നെ ഇവന്മാരെക്കാളൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് കൂടിയുള്ള ഒരാളാണ് ഞാൻ, ജിയാഹുജു. ഓക്കെ, പിന്നെ പേരിങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം നിങ്ങളത് പെട്ടെന്ന് പഠിച്ചിരിക്കണം, കേട്ടല്ലോ. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ഡീപ് മൈൻഡിലുണ്ടായിരുന്ന കുറച്ച് കാലം. പിന്നെ ചാറ്റ് GPT, ഓപ്പൺ എഐയിലും കുറേ കാലമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ നന്നായിട്ട് വർക്കൊക്കെ നമ്മൾ ചെയ്തു. ഡീപ്പ് മൈൻഡ് നമ്മുടെ പരിപാടി എന്തായിരുന്നെന്നറിയോ? ഇമേജ് ജനറേഷൻ പിന്നെ എഡിറ്റിംഗ് ടൂൾസൊക്കെ നമ്മുടെ കയ്യിലായിരുന്നു. നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ അമ്മാരടായിരുന്നു. പിന്നെ നമ്മുടെ സാം വിളിച്ചപ്പം പിന്നെ ഞാൻ ഓപ്പൺ എഐയിലേക്കൊക്കെ വെറുതെ ഒന്ന് പോയി നോക്കി. അവിടെയും മെയിനായിട്ട് പരിപാടി ഈ ഇമേജ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇമേജൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഞാൻ ചെയ്തത്. അതേപോലെ ഓഡിയോസൊക്കെ ലിസൺ ചെയ്യുക, പിന്നെ ഓഡിയോസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടിയൊക്കെ. അപ്പം ഇനി അറിഞ്ഞില്ല കിട്ടില്ല എന്നൊന്നും പറയരുത്. പിന്നെ GPT-4 അത് നമ്മുടെ നേതൃത്വത്തിൽ നിന്നാണ് അത് ഇറക്കിയത്. എങ്ങനെയാണെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു പൊളിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മമാരൊക്കെ ഉണ്ടാവും, അതാണൊരു പ്രശ്നം. എന്നാലും കുഴപ്പമുണ്ടാവില്ല. പിന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്. അപ്പം ആ ഒരു സുഹൃത്തിനെയും കൂടെ നമ്മൾ പരിചയപ്പെട്ട കേട്ടോ. താങ്ക് യു. അപ്പം ഞാൻ മൈക്രോസോഫ്റ്റ്, അതേപോലെ എൻവിഡിയ, പിന്നെ ആപ്പിൾ, ഇതിനകത്തൊക്കെ ഇന്ത്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഓപ്പൺ എഐയിലേക്ക് സാം വിളിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെ ഏകദേശം 2023 തൊട്ട് നമ്മൾ അവിടെയായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. GPT-4 ആ സാധനം എൻ്റെ ആണെന്ന് നമ്മൾ പറയുള്ളൂ. കാരണം അമ്മാതിരി പണിയെടുത്തിട്ടുണ്ട് ഞാനൊരു ടീമൊക്കെ. അതിനകത്ത് മെയിൻലി ആ റീസണിങ്ങിലും മൾട്ടി മോഡൽ പരിപാടിയൊക്കെ നമ്മളാണ് പിടിച്ചേക്കുന്നത്. അപ്പം പിന്നെ സുക്കറേട്ടൻ വിളിച്ച് നമ്മൾ സുക്കറേട്ടൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും ഇനി അടുത്ത ഒരു പരിപാടി നമ്മുടെ സുക്കറേട്ടൻ്റെ അടുത്താട്ടോ. നീയൊക്കെ കണ്ടിട്ടാണ് എൻ്റെ പിള്ളേരെ? കണ്ടോ? ഇനി നിന്റെയൊക്കെ അടിത്തറ ഞാൻ നിന്റെയൊക്കെ ജോക്ക്, അവന്റെ ജെമിനായി ഓരോന്നങ്ങ് ഇറക്കി വിട്ടേക്കല്ലേ. നിന്റെയൊക്കെ അടിത്തറ ഞാൻ വന്നു. നീ കണ്ടോ? മെറ്റാൻ്റെ പോരാൻ പോകുന്ന ലാമ മോഡൽസ് ഒക്കെ നിങ്ങൾ കണ്ടോടാ? കണ്ടോ നിങ്ങളെ?